കേരള കർഷക സംഘം എടപ്പാൾ ചുങ്കം വില്ലേജ് സമ്മേളനം എടപ്പാൾ ആസാദ് റിച്ച് UP പുരുഷോത്തമൻ നഗറിൽ നടന്നു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ശരികളും നമ്മുടെ പോരായ്മകളും ഒക്കെ പരസ്പരം വേർതിരിച്ച് പരിശോധിക്കാനാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മളിപ്പോ അതിൽ നിന്ന് കുറേയേറെ കാലം കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 10 വർഷക്കാലം ഭരിച്ചു. കാർഷിക രംഗത്ത് ഇടതുപക്ഷ സർക്കാരുകൾ മുമ്പൊരു കാലത്തും എടുക്കാത്ത അത്ര പദ്ധതികൾ കാർഷിക മേഖലക്കകത്ത് ഈ സർക്കാർ കൊണ്ടുവന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ആയിരക്കണക്കിന് കോടി രൂപ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരം വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. ഞാനതിന് വിശദാംശങ്ങളൊന്നും നിങ്ങളോട് പറയേണ്ടതില്ല, കാരണം നിങ്ങൾ അറിയുന്നവരാണ്, അതിന് ഗുണം അനുഭവിക്കുന്നവരാണ്. ഇടവിള കൃഷിയുണ്ട്, വിത്തുണ്ട്, വളർന്ന് ഗ്രോബാഗുണ്ട്, പലവിധ സംവിധാനങ്ങളുണ്ട്. അതിന് പുറമെ നെൽകൃഷിക്കാരാണെങ്കിൽ അവർക്ക് സർക്കാർ നൽകുന്ന ഈ ഉത്പാദന ബോണസും വിത്തും മറ്റ് കുമ്മായപ്പൊടിയും ഇങ്ങനെ വിവിധ പദ്ധതികളിലൂടെ ധാരാളം പണം ചെലവഴിക്കുന്നു. ഇത്രയധികം പണം ചെലവഴിച്ചിട്ടും ഭൂമി യഥാർത്ഥ കൃഷിക്കാരന്റെ കൈകളിലേക്ക് വന്നാൽ അവൻ ഈ കാർഷിക രംഗത്ത് ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമങ്ങളുടെ ഒരു റിസൾട്ട് എന്താണ്? ഇതിലിരിക്കുന്ന കുറച്ചു പേരെങ്കിലും നല്ല കൃഷിക്കാരായ ആളുകളുണ്ടാവും. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ മോഹനൻ സ്വാഗതം പറഞ്ഞു. കർഷക സംഘം വില്ലേജ് പ്രസിഡന്റ് കെ കുമാരൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം വില്ലേജ് സെക്രട്ടറി പി കെ രാമചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കർഷക സംഘം ഏരിയ നേതാക്കളായ സി രാമകൃഷ്ണൻ, ഇ രാജഗോപാൽ, മധു കാലടി എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിച്ചു. മിനിക്കുട്ടത്ത് കെ സദാനന്ദൻ, ഗണേഷ്, ശ്രീജ പാറയ്ക്കൽ, ബാബു, കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ചടങ്ങിൽ വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റായി കെ കുമാരൻ ഉദിനിക്കരയെയും സെക്രട്ടറിയായി പി കെ രാമചന്ദ്രനെയും വൈസ് പ്രസിഡന്റുമാരായി മിനിക്കുട്ടത്ത് ഗിരീഷ്, ജോയിന്റ് സെക്രട്ടറിമാരായി VT ഷുഹൈബ്, ശ്രീജ പാറയ്ക്കൽ, ട്രഷററായി ഗണേഷ് സുന്ദർ എന്നിവരെയും തിരഞ്ഞെടുത്തു. NCV ന്യൂസ്, എടപ്പാൾ.